ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖാണെന്ന് വിചാരിക്കുന്നു. എന്നത്തെയും പോലെ എന്നും ചായപാത്രം എടുത്തുങ്ങാണ്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. വേറെ ഇപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞാൽ ഏതെടുക്കുക, ഈ പാത്രം തന്നെ അല്ലേ എടുക്കുക. ആദ്യം ചായക്കുള്ള വെള്ളം വെക്കും, എന്നാലേ ഞാൻ കുടിക്കാൻ നേരമാകുമ്പോഴേക്കും ചൂടാറുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചൂടാറിയ ചായ ആരാ കുടിച്ചാണ് എന്നുള്ളത്. ചായ ചൂടില്ലെങ്കിൽ പിന്നെ എന്തിനാ നല്ലതെന്ന് വിചാരിക്കുന്ന ചിലരെങ്കിലും ഉണ്ടാവും, ചിലരല്ല, ഏറ്റവും കൂടുതൽ ആളുകളുണ്ടാവും അല്ലേ. ഞാൻ കുടിക്കൂട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചായ അധികം ചൂട് എനിക്കിഷ്ടമല്ല. എനിക്കൊരു പറ്റ് തണിഞ്ഞും പോകരുത്, എന്നാൽ ഓവർ ചൂടും ഉണ്ടാവരുത് കേട്ടോ. അങ്ങനെയാണ് എനിക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം. അപ്പോൾ അയാനെക്കുട്ടി ഇതാ രാവിലെ എണീച്ച് വന്നെങ്ങാണ്ട് അവിടെ കയറാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലായിരുന്നു കേട്ടോ. പിന്നെ ഞാനവിടെ അത് ഓണാക്കിയപ്പോൾ കയറിയിട്ടുണ്ടായില്ല. ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കും അയാനെക്കുട്ടി ഇപ്പോഴും പമ്പേഴ്സ് ഇട്ടിട്ടാണോ കിടന്നുറങ്ങൽ എന്നുള്ളത്. പമ്പേഴ്സ് ഞാൻ ഇട്ട് കൊടുക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ വല്ല ഭാരതപ്പുഴയിലും പോയി കിടക്കണ മാതിരി ആയിരിക്കും കേട്ടോ. മൂത്രമൊഴിച്ചിട്ട് ആൾ ഒന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ നോമ്പിൻ്റെ മുമ്പേ ഞാൻ പടയെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു പമ്പേഴ്സ്. രാത്രി മൂത്രമൊഴിച്ച് കിടന്നതിന് പിന്നെ രാവിലെ മൂത്രമൊഴിച്ചിരുന്നുള്ളൂ. പിന്നെ ഈ നോമ്പ് തുടങ്ങിയപ്പോൾ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ആളെ ഏറ്റവും കൂടുതൽ രാത്രി കുടിച്ചിരുന്നത് ജ്യൂസായിരുന്നു. അപ്പോൾ വീണ്ടും മൂത്രമൊഴിക്കാൻ തുടങ്ങി. പിന്നെ നോമ്പ് കഴിയോളത്തിന് അതന്നെയായിരുന്നു അവസ്ഥ. ഒരുപാട് ജ്യൂസ് കുടിക്കും. അപ്പോൾ രാത്രി എത്ര മൂത്രമൊഴിപ്പിച്ച് കിടത്തി കഴിഞ്ഞാലും രാത്രി മൂത്രമൊഴിക്കും. അങ്ങനെ ഞാൻ പിന്നെയും വീണ്ടും പമ്പേഴ്സിലോട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതെങ്ങനെയാണെന്ന് നിർത്തി കിട്ടുക എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഞാൻ പരമാവധി നോക്കിയൊക്കെ ചെയ്തു. മൂത്രമൊഴിപ്പിച്ച് കിടന്ന് രാത്രി മൂത്രമൊഴിക്കാൻ വിളിച്ചു കഴിഞ്ഞാലൊക്കെ കരഞ്ഞ് പൊളിച്ച് മൂത്രമൊഴിക്കൂലോ എന്ന് പറഞ്ഞിട്ട് വാശിയൊക്കെ പിടിച്ച്. അപ്പോൾ പിന്നെ വേറെ നിവർത്തില്ല, പമ്പേഴ്സ് ഇട്ട് കൊടുക്കുക തന്നെ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ബെഡ് മുഴുവൻ മൂത്രമൊഴിച്ച് നമ്മളും ആകെ വെള്ളത്തിൽ കിടക്കണ പോലെ കിടക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ പോകുന്നത്. ഇനിയിപ്പോൾ അതാ നമ്മൾ തലേ ദിവസം അരച്ച് വെച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നില്ല ഇതിപ്പോൾ എന്താവുക എന്നുള്ളത് നോക്കി കാണേണ്ടിയിരുന്നു എന്നുള്ളത്. അതുമാതിരി തന്നെ ആയിട്ടുണ്ട് കേട്ടോ. ഒന്നും ആയില്ല എന്ന് പറയില്ലേ, അപ്പം ആയിട്ടില്ലെങ്കിലും അട ആയിട്ടുണ്ട് കേട്ടോ. നരച്ചിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ ഒരു സ്പൂൺ എന്തോ ഉള്ളൂ ഉണ്ടായിരുന്നത്, ഉഴുന്ന്. അതും കൊണ്ട് അപ്പം നരച്ച് വരാനാ. എന്നാലും കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ തലേ ദിവസം ഉണ്ടാക്കിയ ചമ്മന്തി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇന്ന് സ്പെഷ്യലായിട്ടൊന്നും അതിലേക്ക് ഉണ്ടാക്കുന്നില്ല. വെറുതെ ഒരു 3 ദോശ ചുട്ടെടുത്തു. അത് 3 ഞങ്ങൾ 3 ഓരോന്ന് കഴിച്ചു. അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അങ്ങനെ അത് ഓരോന്നായിട്ട് ചുട്ടെടുത്തതിന് ശേഷം പിന്നെ ചായയൊക്കെ കുടിച്ചൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചായ കുടിക്കണമെന്നൊന്നും പ്രത്യേകിച്ച് കാണിച്ചിട്ടില്ല, കാണിക്കാൻ മാത്രമൊന്നും ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മളുടെ സെക്കൻഡ് റൂമാണിത് കേട്ടോ. ഇത് ഞങ്ങൾ മക്കളുടെ റൂം എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഈ റൂമിന്. അപ്പോൾ ആ ഒരു റൂമിൽ ഞാൻ തലേ ദിവസം ഈ കട്ടിൽ ഇങ്ങനെ ജനലിൻ്റെ അവിടേക്ക് തലയായിട്ട് തിരിച്ചിങ്ങനെയാണ് കേട്ടോ കടന്നിട്ടുണ്ടായിരുന്നത് ഇതുവരെയും. അപ്പോൾ എനിക്ക് ഉള്ളൊരു സ്വഭാവം ഉണ്ടല്ലോ, കുറേ കാലം ഒരു സാധനം ഒരേ ലെവലിൽ തന്നെ കിടക്കണത് എനിക്ക് കണ്ടുകൂടാ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ കട്ടിൽ ഇന്നലെ രാത്രി തിരിച്ചിട്ടു കേട്ടോ. ഇപ്പോൾ ഈ കിടക്കുന്ന രൂപത്തിൽ ഞാൻ ഇന്നലെ രാത്രി ഇട്ടതാണ്. എന്നിട്ട് അതിൻ്റെ കട്ടിലിൻ്റെ ചോടൊക്കെ ഞാൻ ഒക്കെ ഒന്ന് നേരാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് അവിടുത്തെ മാറാലെ കാര്യങ്ങളൊന്നും തട്ടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടാൻ വേണ്ടിയിട്ട് ഇതാ കുന്തവും കുടച്ചക്രമൊക്കെ എടുത്തുങ്ങാണ്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ബെഡിൽ അയാനെക്കുട്ടി വായു നല്ല രാത്രി കളിച്ചതാണ് കേട്ടോ. ആ കളിക്കോപ്പും കാര്യങ്ങളൊക്കെ മിക്കവാറും ഞാൻ അവരെ കൊണ്ട് തന്നെയാണ് പെറുക്കിയിടിപ്പാക്കാറ്. ഇനിയിപ്പോൾ അത് ഓള് പെറുക്കിയിട്ട് എടുക്കുമ്പോഴേക്കൊക്കെ ടൈം ഒരുപാട് പിടിക്കും. അപ്പോൾ പിന്നെ ഞാൻ തന്നെയാണ് മെനക്കെട്ടു കേട്ടോ പെറുക്കിയിടാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അത് ആ മാറാലൊക്കെ ഒന്ന് തട്ടിയിട്ട് എടുക്കുകയാണ്. അങ്ങനെ മാറാലറിയാനൊന്നും ഇല്ല കേട്ടോ. എന്നാലും എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോന്നോട്ടെ എന്നും കരുതിങ്ങാണ്ട് തട്ടിയെടുക്കുകയാണ് കേട്ടോ. ഞാൻ അത്യാവശ്യം ഹൈറ്റ് ഉണ്ടാവുകൊണ്ട് എനിക്ക് ചെറിയ മാറാലത്തൊട്ടിയൊക്കെ മതി. പക്ഷേ അങ്ങോട്ട് ചുമരിൽ എന്താ പറയുക, മുകളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ എന്തായാലും നീട്ടമാണല്ലോ. ആദ്യമൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമിലൊക്കെ ഞാൻ ഹൈറ്റ് ഉണ്ടല്ലോ, തടി ഇല്ലേനും. എന്നിട്ട് എൻ്റെ എളാപ്പട കേട്ടോ ബാവു, അപ്പം ഉപ്പാൻ്റെ അനിയനാണ്. ബാവു അപ്പം എപ്പോഴും കളിയാക്കുന്ന കാര്യമായിരുന്നു, കുഞ്ഞോളെ ആ തെങ്ങുമെന്ന് 2 തേങ്ങട്ടാട്ട് എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട്. എനിക്കാണെങ്കിൽ അത് കേൾക്കണോളം ദേഷ്യം വേറൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ അവിടെ നിന്ന് പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ അവിടെ നിന്ന് തെറ്റിയിട്ട് ഞാൻ തറവാട്ടിൽ പോകും. തറവാട്ടിൽ നിന്ന് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് തെറ്റിയിട്ട് ഞാൻ എൻ്റെ അടുക്ക് വരും. ഇതായിരുന്നു എൻ്റെ അവസ്ഥ. തെറ്റലിന് ഇപ്പോഴൊരു കുറവില്ലാതെ വിചാരിക്കുന്നുണ്ടാവും എൻ്റെ കാക്കു ഈ വീഡിയോ കാണുമ്പോൾ കേട്ടോ. എനിക്കങ്ങനെ കേട്ടോ പെട്ടെന്ന് സങ്കടം വരും. എൻ്റെ മനസ്സിലങ്ങനെ ഒന്നും ഇതാവില്ല എന്ന് പറയില്ല, എനിക്ക് വേഗം സങ്കടം വരും. നമ്മൾ അത്രയും ഇഷ്ടപ്പെടുന്നവർ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇതേപോലെ പറയുക അല്ലെങ്കിൽ എന്തെങ്കിലും ഇതാക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടായി പോകട്ടെ. അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് സങ്കടം വരും ചെയ്യും, ഞാൻ വേഗം തെറ്റും ചെയ്യും കേട്ടോ. ഞാൻ മാറ്റണം എന്ന് വിചാരിക്കുന്ന ഒരു സ്വഭാവമാണ്. പക്ഷേ അത് മാറ്റിയാൽ ഇനിയും കൊണ്ട് പറ്റുന്നില്ല കേട്ടോ. ഇപ്പോൾ പരമാവധി ഞാൻ കുറച്ച് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് കേട്ടോ. ബൈ ദ വൈ നമ്മൾ വിഷയത്തിൽ നിന്നും തെന്നി മാറുന്നു. സലീകുമാർ പറഞ്ഞ മാതിരി
നമ്മളെ വിഷയം അതല്ലല്ലോ അല്ലേ. ഓരോ ദിവസം ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വർത്താനൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഒരു രസമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അല്ലാതെ ഞാനിപ്പോൾ അടിച്ചു വാരുകയാണ്, ഞാനിപ്പോൾ തുടക്കുകയാണ്, ഞാനിപ്പോൾ മുറ്റമടിക്കുകയാണ്, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കും കേൾക്കാൻ വലിയ രസമൊന്നും ഉണ്ടാവില്ല. എനിക്ക് പറഞ്ഞ് മടുക്കും. കാരണം ഞാൻ ഡെയിലി തന്നെയല്ലേ ചെയ്യണത്. അപ്പോൾ എന്നും എൻ്റെ ടോപ്പിക് അത് തന്നെ ആയിരിക്കും. ഇന്ന് ഞാൻ മുറ്റടിച്ചണോ, ഇന്ന് ഞാൻ തുടക്കണോ, നാളെ അത് തന്നെ ആയിരിക്കും. ഇന്ന് ഞാൻ മുറ്റടിക്കണോ, ഇന്ന് ഞാൻ തുടക്കണോ, ഇത് തന്നെ ആയിരിക്കും. അപ്പോൾ അതിൽ നല്ലത് ഇങ്ങനെ ഓരോരോ പഴയ പഴങ്കഥകൾ ഓരോന്നൊക്കെ ആയിട്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ അതൊരു രസമല്ലേ. അതിനിടയിൽ കൂടെ നിങ്ങളെ കമൻറ്റും കൂടെ പറഞ്ഞോളൂണ്ട് കേട്ടോ, എഴുതുണ്ട് കേട്ടോ. എന്നെങ്കിൽ ഞാൻ ആ കമൻറ്റും കൂടെ ഇതിൽ കൂടെ ഒക്കെ അങ്ങനെ വായിച്ചിട്ട് അതിനുള്ളൊക്കെ ഓരോ റിപ്ലൈ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതൊക്കെ നമുക്ക് ഈ ടൈപ്പ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇത് വരും കേട്ടോ. റിപ്ലൈ ചിലതിനൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് ടൈപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതൊക്കെ ഞാൻ ഇതുപോലെ കമൻറ്റിലൂടെ അറിയിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫാനൊക്കെ കറക്കിക്കാണ്ട് അതിലുള്ള മാറാലിയും കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊന്നും ഞാൻ തലേദിവസം വിരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിമ ഉണ്ടായിരുന്നതൊക്കെ ഞാൻ കൊണ്ടുപോയി അലക്കാട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ മാറാല തട്ടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ തലേദിവസം. അതിന്നൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഓരോ ദിവസം ഓരോ റൂമായിട്ട് അങ്ങനെ ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എത്രത്തോളമാണ് അത് നീങ്ങി പോകുക എന്നുള്ളതൊന്നും എനിക്കറിയില്ല കേട്ടോ. ചിലപ്പോൾ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് ചെയ്യാതെ നാളേക്ക് നീട്ടി വെക്കും. നാളെ നീള എന്നാണല്ലോ. അങ്ങനെ ഇതാ കുട്ടീനെ കുട്ടീൻ്റെ കേട്ടോ. ഇവ മദ്രസയിൽ പോയിക്കാന്ന് കേട്ടോ. ഓള് വന്നിട്ടില്ല. ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ഇന്ന് നമുക്ക് പെരയിൽ പോകണടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എളാപ്പൻ്റെ വീട്ടിൽ സൽക്കാരമുണ്ട്. എവിടെ ചെമ്പ് പൊക്കിയിട്ടുണ്ടോ അവിടെ ഇജ്ജുണ്ടല്ലോ എന്ന് വിചാരിക്കരുത് കേട്ടോ. വിളിച്ചാൽ നമ്മൾ പോണ്ടേ, ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കണം എന്നാണല്ലോ നിയമം. നിയമമൊന്നുമില്ല, എന്നാലും വിളിച്ചാൽ പോകണം, അത്രേ ഉള്ളൂ കേട്ടോ. അല്ല ചെമ്പ് പകീനോടത്ത് ഞാനുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടില്ലേ. അപ്പോൾ എൻ്റെ എളാപ്പൻ്റെ മോൻ്റെ സൽക്കാരം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ആങ്ങളില്ലേ, നമ്മളങ്ങനെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതിന് നമ്മൾ പെങ്ങന്മാർ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ ആരാ പോകുക. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരാണ്ടിരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് അതിന് പോകണം. കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കഴിഞ്ഞ ആഴ്ച നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. അവരുടെ സൽക്കാരമാണ് കേട്ടോ, അവരുടെ വീട്ടിൽ. അപ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും മദ്രസ വിട്ടിട്ട് പോകണം കേട്ടോ. രാത്രിക്കാണ് കേട്ടോ സൽക്കാരം. അപ്പോൾ ഇവ മദ്രസ ഒക്കെ വിട്ട് വന്നെങ്ങാണ്ട് ഒരു ഉച്ചയ്ക്കാകുമ്പോഴേക്കും ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഉമ്മാനോട് അരിയൊക്കെ തീമട്ടോളുണ്ട്, ഉച്ചാമ്പക്കിന് ഞാൻ അവിടെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഉച്ചാമ്പക്കിനായിട്ട് ഞാൻ അവിടെ തീയൊക്കെ കത്തിച്ച് ചോറും കൂട്ടാനൊക്കെ വെച്ച് വൈകുന്നേരത്തിനോട്ട് വേണ്ടേനും. പിന്നെ ഉച്ചക്ക് തന്നെ തിന്നാൽ ബാക്കിയാവും. പോകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീരെയും തിന്നാൽ പോവില്ല. വെറുതെ എന്തിനാ റിസ്ക് എടുക്കണമൊക്കെ ബാക്കിയാക്കണമെന്നൊക്കെ വിചാരിച്ച് അമ്മാനോട് പറഞ്ഞു നിങ്ങൾ ചോറ് തന്നെ അരി ഇട്ടോളുണ്ടോ, ഞാൻ അങ്ങോട്ട് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ നല്ല പുഷ്പങ്ങളുള്ളൊരു ബെഡ്ഷീറ്റൊക്കെ ഞാൻ വിരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ബെഡ്ഷീറ്റിന് കുറേ പഴക്കമുണ്ട് കേട്ടോ. കുറേ പഴക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4-5 കൊല്ലം മുമ്പത്തെ ബെഡ്ഷീറ്റാണ് കേട്ടോ. കാരണം ഞാൻ ഇവാനെ ഡെലിവറി കഴിഞ്ഞ് വരുന്ന ടൈമിൽ വാങ്ങിച്ചതായിരുന്നു കേട്ടോ ഈ ഒരു ബെഡ്ഷീറ്റ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലപോലെ ഒരു 4-5 കൊല്ലത്തിന് മുകളിൽ ഉള്ള പഴക്കമുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പോഴും ഒരു കീറലോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ചില സാധനം അങ്ങനെ ആയിരിക്കും അല്ലേ, നമ്മൾ അത്ര വലിയ വില കൊടുത്തിട്ട് വാങ്ങുമെന്നല്ല എന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് ഈട് നിൽക്കും. ഐ മീൻ ലൈഫ് ഉണ്ടാകും ഒരുപാട് ഇതിന്, അങ്ങനെയുള്ള സാധനങ്ങൾക്ക്. ഇത് വെറും ഒരു 300 എത്ര രൂപയ്ക്ക് എടുത്തിട്ടുള്ളതായിരുന്നു ഞാൻ ഈ ഒരു ബെഡ്ഷീറ്റ്. അപ്പോൾ പക്ഷേ ഇതുവരെ നിന്നിട്ടുണ്ട് കേട്ടോ. എപ്പോഴും കണ്ടില്ലേ എന്തൊരു മൊഞ്ചാ നോക്കിയൊക്കെ കാണാൻ അങ്ങോട്ട് വിരിച്ചിട്ട് കഴിഞ്ഞാൽ. അങ്ങനെ ബെഡ്റൂമൊക്കെ അങ്ങോട്ട് സെറ്റാക്കിയിട്ടുണ്ട്. കാര്യമായിട്ട് ഞാൻ എപ്പോഴും ബെഡ്റൂം കാണിക്കാറ് മറ്റേ ബെഡ്റൂമാണ്. ബെഡ്റൂമിൻ്റെ ഒട്ടും പറഞ്ഞപ്പോഴാണ് ഓരോന്ന് പറയുമ്പോൾ ഓരോന്ന് ഓർമ്മ വരും. പിന്നെ ഞാൻ എന്താട്ടാണ് അതുകൊണ്ട് കഥ ഇങ്ങനെ നീണ്ടു പോകണം കേട്ടോ. കഥ പറയുന്നതിൽ നിങ്ങൾക്ക് വല്ല മുഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. എന്നാൽ നാളെ മുതൽ ഞാൻ കഥ പറച്ചിൽ അങ്ങോട്ട് നിർത്തുന്നു. പിന്നെ സാധാരണ ഞാൻ ആണ് കേട്ടോ, ഞാൻ തുടക്കുകയാണ് കേട്ടോ എന്നുള്ളത് തന്നെ പറയുള്ളൂ. നമ്മൾ വീടിൻ്റെ മൊത്തം ബഡ്ജറ്റ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. നമ്മൾ എഴുതി വെച്ചിട്ടില്ല മൊത്തം ഇന്നതിന് ഇത്ര പറഞ്ഞിട്ട് നമ്മൾ എഴുതി വെച്ചിട്ട് മൊത്തത്തിൽ നമ്മൾ ടോട്ടലി കണക്ക് കൂട്ടിയിട്ട് ഇത്രയെന്ന് അറിയുമല്ലോ. അങ്ങനെ അറിയൂല. എന്നാലും ഞാൻ കാക്കുവിനോട് ഒരു ഏകദേശം ചോദിച്ചു നോക്കിയിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും പറയട്ടെ. അപ്പോൾ ആ കമൻ്റ് ഇട്ട ആൾ എന്ത് ചെയ്യുക, അടുത്ത വീഡിയോ മസ്റ്റായിട്ടും കാണണം കേട്ടോ. അതിൽ ഞാൻ പറയുന്നുണ്ട് എത്രയായി ബഡ്ജറ്റ് എന്നുള്ളത് പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. അങ്ങനെ ഓരോക്കിൻ്റെ 1 കോടി രൂപയുടെ വീടൊന്നുമല്ല കേട്ടോ. നമുക്കിത് സ്വർഗ്ഗം. ഇതൊക്കെ തന്നെ പാവം. ഇതില്ലാത്ത എത്ര ആൾക്കാരുണ്ടാകൂല്ലേ. ഞാൻ അൽഹംദുലില്ലാന്നേ പറയലുള്ളൂ കേട്ടോ. കാരണം നമുക്കിതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വീടാണ്. സ്വന്തമായിട്ട് ഒരിത്തിരി ഭൂമി പോലും ഇല്ലാണ്ട്, അല്ലെങ്കിൽ പഠിച്ചോനെ ഒരൊറ്റ മുറി റൂമിലും സ്വന്തമായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്ന എത്ര ആൾക്കാരുണ്ടാവും. നമുക്ക് ആ ഒരു ഭാഗ്യം പഠിച്ചോ നേരത്തെ തന്നിട്ടുണ്ടാവും കേട്ടോ. 2 കുട്ടികളൊക്കെ ആയപ്പോഴേക്കന്നെ നമുക്ക് വീടിരിക്കാനായി. എനിക്ക് പേടി പോയാലും ഇവിടെ എത്തണം കേട്ടോ. കംഫർട്ട് ആവണം എന്നുണ്ടെങ്കിൽ അത്രത്തോളം നമ്മളുടെ വീട് കംഫർട്ടാണ് അറിയുമ്പോൾ
അത് നമ്മളത്രത്തോളം അതിനായിട്ട് അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവുകൊണ്ടല്ലേ. അപ്പോൾ എന്തായാലും എനിക്ക് ഏതിയെ പോയാലും പെരയിലെത്തിയിട്ട് വേണം ഒന്ന് കടന്നുറങ്ങാൻ, അല്ലെങ്കിൽ പെരയിലെത്തിയിട്ട് വേണം ഒന്ന് അങ്ങനെ ചെയ്യാൻ ഇങ്ങനെ ചെയ്യാൻ എന്നൊക്കെ ഉള്ളൊരു, കാരണം ഇവിടുത്തെ രാജകുമാരി എന്ന് പറയുന്നത് നമ്മളാണല്ലോ, നമ്മളെ വീട്ടിലത്തത് നമ്മളാണല്ലോ ഇത് കൊണ്ടുനടക്കണത് ഇതാക്കണത്. അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടോ, നമ്മളുടെ ഒരു വീടാവുമ്പോൾ അങ്ങനെ തന്നെയല്ലേ, നമ്മൾ അല്ല ഇവിടുത്തെ ഓൾ ഇൻ ഓൾ എന്ന് പറയില്ലേ, അതന്നെ കേട്ടോ. അങ്ങനെ അടിച്ച് വാരലും കഴിഞ്ഞ് തുടക്കലും കഴിയാനായിട്ടുണ്ട്. അപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്, സോഫയുടെ അവിടെ അടിച്ച് വരാൻ മറന്നിട്ടുണ്ടോ. പക്ഷെ അങ്ങനെ ചപ്പൊന്നുമില്ല കേട്ടോ, അതാ 2 ബുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടിച്ചു വാരി ഞാൻ ആ റൂമിൽ കൂടി അങ്ങനെയാണ് പോയി അടുക്കളയിലേക്കാണ് പോയിട്ടുണ്ട് കേട്ടോ. ആ സോഫയുടെ അവിടേക്ക് പോയിട്ടില്ല. ഇനിയിപ്പോൾ അത് ആ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റൂം ഞാൻ തീരെ കാണിക്കാറുണ്ടായിരുന്നില്ല, വല്ല തുണി മടക്കുമ്പോഴേക്കേ കാണിക്കാറുള്ളൂ. അപ്പോൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. മൊത്തം 3 ബെഡ്റൂമാണ് കേട്ടോ നമ്മളുടെ വീട്ടിലുള്ളത്. അതിലൊരു ബെഡ്റൂമേ അറ്റാച്ച്ഡ് ആയിട്ടുള്ളൂ, ബാക്കി 2ഉം നോർമൽ റൂമാണ്. 3 റൂമും 3 സൈസാണ് കേട്ടോ, അളവ് ഓരോന്നും ഓരോന്നാണ്. അങ്ങനെ എൻ്റെ അടിച്ചുവാരലും തുടക്കലും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതാ കുളിച്ച് മാറ്റി സുന്ദരികളായിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് മാത്രം തോന്നിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്താ പറയുക, ഞാൻ വീണ്ടും ഈ ഡ്രസ്സ് തന്നെ എടുത്തിട്ടു കേട്ടോ. കാരണം ഈ ഡ്രസ്സ് ഉമ്മാൻ്റെ വീട്ടിലേക്കും ഇട്ടിട്ടുള്ളൂ, ഉപ്പാൻ്റെ വീട്ടിലേക്ക്, അതായത് എൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ടില്ല. ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ടുള്ളൊരു ഫോട്ടോ സ്റ്റാറ്റസ് വെച്ചിട്ടേ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടാകും, ഈ ഡ്രസ്സ് ഇവിടുന്ന്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല ഒരു വീഡിയോയിൽ, എനിക്ക് ഏറ്റവും കൂടുതൽ കോംപ്ലിമെൻറ്റ് കിട്ടിയിട്ടുള്ളൊരു ടോപ്പാണ് ഈ ടോപ്പ് എന്നുള്ളത്. ഇതിന്ന് സൽക്കാരത്തിനിട്ട് പോയപ്പോഴും എന്നോട് ചോദിച്ചോടോ ഇത് എവിടുന്നാണ് എന്ന് ചോദിച്ചിട്ടോ. എന്താണ് ഇതിന് ഇത്ര പ്രത്യേകത എന്നൊന്നും എനിക്കറിയില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ ഒരു ടോപ്പ് എടുത്തിനാൽ തൊഴിലല്ലാന്ന് ഇതുണ്ടാകും അല്ലേ, ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇവാൻ്റെ മുടി കെട്ടൽ ചടങ്ങാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതെനിക്കിപ്പോൾ കെട്ടിയിട്ടും അങ്ങോട്ട് ശരിയാവില്ല കേട്ടോ. ആദ്യം ഞാൻ ഫസ്റ്റ് ഇവാനെ വയറ്റിലുണ്ടായിരിക്കുന്ന ടൈമിൽ ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു, എനിക്കൊരു പെൺകുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ഓളെ ഹെയർ സ്റ്റൈൽ അങ്ങനെ കെട്ടണം ഇങ്ങനെ കെട്ടണം, മോഡലിൽ ഓരോ ഡ്രസ്സിനും ഓരോ മോഡലിലാക്കി കെട്ടണം എന്നൊക്കെ. എവിടെ കിട്ടിയതൊന്നല്ല 2 പെൺകുട്ടികളെ കിട്ടിയിരിക്കണം കേട്ടോ. എന്നിട്ടും എവിടേക്കെങ്കിലും പോകുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ 2 ഭാഗത്തേക്ക് പിടിച്ചിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പോണി ടൈൽ എന്ന് പറയുമല്ലോ, നമ്മളവിടെ മേപ്പിട്ട് പിടിച്ചിട്ടാന്ന് പറയും കേട്ടോ, ഒക്കെ പാടെ കൂട്ടിയിട്ട് പിടിച്ചിട്ടില്ലേ മോൾക്ക്, അങ്ങനെ നമ്മളിവിടെ പറയാം, മോൾക്ക് പിടിച്ചിട്ടാന്ന് നമ്മളിവിടെ പറയാം കേട്ടോ. പോണി ടൈൽ എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ആർക്കും മനസ്സിലാവില്ല. ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും മനസ്സിലായിക്കോട്ടെ എഴുതിയിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്. ആ ഒരു രൂപത്തിലാണ് കേട്ടോ ഈ ഒരു 2 ഹെയർ സ്റ്റൈലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇവാൻ്റെ തലമ പരീക്ഷിക്കാറ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ വല്ലപ്പോഴൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു മോഡലൊക്കെ ഒന്ന് ട്രൈ ചെയ്യുന്നല്ലാതെ, പിന്നെ അതിനൊന്നും എൻ്റെ മക്കളെ പറ്റൂല എന്ന്, ഇങ്ങനെ കെട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൽക്ക് അങ്ങനെ പറ്റൂല, അങ്ങനെ കെട്ടുകാരണം അങ്ങനെ പറ്റൂല. അതൊക്കെ ഇഷ്ടമുള്ള കുട്ടികൾക്കാണെങ്കിൽ കുഴപ്പമില്ല. ഇനിയിപ്പോൾ അതാ ഈ ചെറുതിൻ്റെ തല അങ്ങനെ വാർന്നു കൊടുക്കുന്നുണ്ടല്ലോ, 2 സെക്കൻഡ് അത് കൈകൊണ്ട് ഒളഞ്ഞങ്ങോട്ട് ചപ്രതലാക്കിയിട്ടുണ്ടാകും കേട്ടോ. അതിമ്മ പിന്നെ സ്ലൈഡ് ഒത്തിയിട്ടും കാര്യമില്ല, മുടി കെട്ടി കൊടുത്തിട്ട് ഹെയർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ട് ഒന്നും ഒരു കാര്യമില്ല. അതുകൊണ്ട് ഞാൻ അതിന് ഒരു പരീക്ഷണത്തിനും പോകാറുമില്ല കേട്ടോ. അങ്ങനെ ഞാനിതാ വീണ്ടും ഒരു കണ്ണാടിയുടെ മുന്നിൽ വന്ന് കാണിച്ച് കുറച്ച് ഷോ ഒക്കെ ഇറക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കുളിച്ച് മാറ്റി ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബസ്സിന് പോകണം കേട്ടോ. ബസ്സാണെങ്കിൽ ഇന്ന് ഞായറാഴ്ചയല്ലേ, മണിക്കക്കല്ലുകളി കുറച്ചൊരു നേരം ഒരു അരമണിക്കൂറിലേറെ ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്നിട്ടുണ്ടാവും കേട്ടോ. അത് അമ്മാതിരി തിജ്ജത്ത് അൺസഹിക്കബിൾ, സൽക്കാരം വേണ്ട ഒന്നും വേണ്ടാന്ന് തോന്നിപ്പോയിട്ടോ. എനിക്ക് ആ വെയിലത്ത് നിന്നപ്പോൾ കുടിക്കും പോകണ്ട ഉള്ള ഫാനിട്ട് കണ്ട് റൂമിൽ കുത്തിരുന്നാൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പോയി. അങ്ങനെ പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് എപ്പോഴാണെന്നറിയോ, രാത്രി സൽക്കാരത്തിന് എൻ്റെ വീട്ടിൽ നിന്ന് ഇതാ എളാപ്പാൻ്റെ വീട്ടിലേക്ക് വേറൊരു എളാപ്പാൻ്റെ കൂടെ പോന്നിട്ടുണ്ട് കേട്ടോ. ഇത് ആ എളാപ്പാൻ്റെ ചെറിയ മോളാണ് കേട്ടോ, അതായത് എൻ്റെ കുഞ്ഞേ അനിയത്തി കേട്ടോ. അപ്പോൾ ഇവിടെ ഇതാ നമ്മൾ അച്ഛമ്മായി നസീമമ്മായി ഒക്കെ കൂടിയിട്ട് നല്ല ചിക്കനൊക്കെ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചില്ലി ചിക്കൻ എന്തുണ്ടാക്കാനാണ്. അങ്ങനെ സൽക്കാരത്തിന് നമ്മളുടെ പുതിയ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ആൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ വെള്ളം കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ ബാക്കി അവനാൻ്റെ ക്ലാസ്സിൽ അവനാൻ വാരി കോരി പാർന്ന് കുടിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതാ എൻ്റെ ഉപ്പയും എൻ്റെ അനിയനെ വാവയൊക്കെ കൂടിങ്ങാണ്ട് ചെമ്പൊക്കെ പൊട്ടിക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് മാനിയപ്പ അറിയാത്തില്ലവർ നിന്ന് പിന്നെ എനിക്ക് ചിരി സഹിക്കാൻ പറ്റില്ല കേട്ടോ. ഈ നിന്നതിൻ്റെ ഞാൻ ഒന്ന് റെഡിയായി നിന്നതിൻ്റെ മൂത്തപ്പൻ്റെ മോനാണ് കേട്ടോ, അതായത് എൻ്റെ ബ്രദർ മൂത്തപ്പൻ്റെ മോനാണ്. അപ്പോൾ അതാ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരുന്ന് കണ്ടോ, ഇതൊക്കെ ഫില്ല് ചെയ്യാനുള്ളതാണ് കേട്ടോ. ഒക്കെ കഴിഞ്ഞല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട, ഞങ്ങൾ വേഗം ചാടി കയറി ഇരുന്നതാണ് ഒരാൾ നീച്ചപ്പക്കിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും ബൈ.